Hi friends, welcome back to my channel. ഇന്ന് നല്ല അടിപൊളി കലത്തപ്പം ഉണ്ടാക്കാം. അരി കുതിർത്ത് അരയ്ക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പമാണിത്. അപ്പോൾ സോഫ്റ്റ് ആയ ആരെടുത്ത കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി വേണം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് കൂട്ട് അരയ്ക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളിത് അരിപ്പൊടിയിൽ ചെയ്യുന്നോണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ വീട്ടിലുണ്ടെങ്കിൽ ചോറ് ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമല്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. 2 ഏലക്കായ കൂടെ ചേർക്കാം, അല്ലെങ്കിൽ ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ ട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഈ ജീരകവും തേങ്ങയും ഏലക്കയും എല്ലാം അരിയുടെ കൂടെ നന്നായിട്ട് അരഞ്ഞു വരണം. അപ്പൊ ഇത് ഇതുപോലെ അരച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അപ്പത്തിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഇതുപോലത്തെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിൽ ഗോൾഡൻ കളറുള്ള ശർക്കര എടുക്കുന്നതിനേക്കാളും കറുത്ത ശർക്കര എടുക്കുന്നതാണ് നല്ലത്. ടേസ്റ്റും കളറും ഒക്കെ കുറച്ച് നന്നാവുക ഈ ടൈപ്പിലാണ്. അപ്പോൾ ഈ ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചിടാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഉരുക്കിയെടുക്കണം. അപ്പൊ ഇതുപോലെ ശർക്കര നന്നായിട്ട് ഉരുകി തിളച്ചു വരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ശർക്കരയുടെ കൂട്ട് ചൂടോട് കൂടി തന്നെ അരച്ച അരിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർക്കാൻ. ആദ്യം കുറച്ച് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ളതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചൂടോട് കൂടി തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ നമ്മുടെ അപ്പം നന്നായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ മിക്സ് ചെയ്ത കൂട്ട് ഇതുപോലെ ലൂസ് ആയിരിക്കണം. ഈ അപ്പത്തിന്റെ മാവ് തിക്കാവാൻ പാടില്ല. ഇതിലേക്ക് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒട്ടും കൂടുതൽ വേണ്ട. അതുപോലെ മധുരത്തിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതും നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. 2-3 ടേബിൾ സ്പൂൺ അളവില് തേങ്ങാക്കൊത്ത് എടുക്കണം. അതുപോലെ തന്നെ ചെറിയുള്ളിയും അരിഞ്ഞു വെക്കണം. ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഈ അപ്പം ഉണ്ടാക്കി എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമല്ല. 2.5 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഈ ഒരു സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പില് ശർക്കരപ്പാനി തിളപ്പിച്ചിട്ട് അരിയും പാനിയും മിക്സ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. കാരണം നമ്മൾ ചൂടുള്ള കൂട്ട് വേണം ഈ കുക്കറിലേക്ക് ഒഴിക്കാനായിട്ട്. വളരെ നേരത്തെ ചെയ്തു വെച്ചിട്ട് തണിഞ്ഞു പോയ കൂട്ട് ഒഴിക്കരുത്. ഇങ്ങനെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങുമ്പോൾ ചെറിയുള്ളിയും കൂടെ ചേർക്കാം. ഇത് രണ്ടും കൂടെ മൂത്ത് ബ്രൗൺ കളറിലേക്ക് ആവണം. ഇതുപോലെ ബ്രൗൺ കളറിലേക്ക് ആവുമ്പോൾ ഇതിന്ന് അല്പം മുകളിൽ വെതറാൻ വേണ്ടിയിട്ട് മാറ്റാം. എന്നിട്ട് അപ്പത്തിന്റെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഈ അപ്പത്തിന്റെ കൂട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ കുക്കറിന് നല്ല ചൂടുണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. മാറ്റി വെച്ചതും ഇതിലേക്ക് തന്നെ വെതറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. ഇത് മൂടി വയ്ക്കുമ്പോൾ ഇതിന്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇത് 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലും ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചുവട് നല്ല കട്ടിയുള്ള കുക്കർ ആണെങ്കിൽ 6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഓഫ് ചെയ്താൽ മതി. അധികം കട്ടിയില്ലാത്ത ടൈപ്പ് കുക്കർ ആണെങ്കിൽ അപ്പത്തിന്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ഇതിന്റെ മുകളിലൂടെ നന്നായിട്ട് ആവി വരും. അതുപോലെ അപ്പത്തിന്റെ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. ഫ്ലെയിം ഓഫ് ചെയ്താല് അപ്പൊ തന്നെ തുറന്നു നോക്കരുത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ മതി. ഒരു കത്തിയോ ഫോർക്കോ എടുത്ത് കുത്തി നോക്കിയിട്ട് ഒന്നും പറ്റിപ്പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാകും.
ചൂടൊന്ന് തണിയുമ്പോൾ കുക്കറിൽ നിന്ന് മാറ്റിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആരെടുത്ത കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.